നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തതിനാൽ റിനിയെ സാക്ഷിയാക്കാനാണ് ആലോചന. അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമെന്നും നിയമോപദേശം. എന്റെ പൊന്ന് നടിച്ചേച്ചി, നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കാതെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഉൾപ്പെടെ നിങ്ങൾ കൊണ്ട് വിശദമായിട്ടൊരു പരാതി കൊടുക്ക്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നടിച്ചേച്ചിക്ക് ഇപ്പം പരാതിയൊക്കെ നാട്ടുകാരെ കുറിച്ച്, അതായത് നാട്ടുകാര് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തി വിമർശിച്ചു. അവർക്കൊക്കെ എതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അശ്ലീല ചുവയുള്ള മെസ്സേജ് അയച്ച് തന്നെ അപമാനിച്ച ആൾക്കെതിരെ ഇതുവരെയും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. നടിച്ചേച്ചി ഇനി വെറും സാക്ഷി മാത്രം, പരാതിക്കാരിയല്ല. നിങ്ങളോടും പോത്തിനോടും വേറെ ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിയമപരമായിട്ട് പോകുന്നില്ല, നിയമപരമായിട്ട് തനിക്ക് പോകാൻ താല്പര്യമില്ല, സമയമില്ലാത്തതുകൊണ്ട് ഓടി നടന്ന് പല ഭാഷകളിൽ അഭിനയിക്കുകയല്ലേ. ഇടയ്ക്ക് ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ലാത്തത് കൊണ്ട് ആരും നിർബന്ധിക്കരുതേ, ചേച്ചി പോകത്തില്ല. എന്തായാലും പെയ്ഡായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ നടിച്ചേച്ചിക്ക് പറയാനുള്ളത് അത്രയും നടിച്ചേച്ചിയെ വിമർശിച്ച ആളുകൾക്കെതിരെയാണ്. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണം എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇവർക്കെതിരെ സംസാരിക്കാൻ. ഇവർക്കെതിരായിട്ട് സംസാരിച്ച് ഇവരെ അങ്ങ് മാനസികമായിട്ട് ഇല്ലാതാക്കിയിട്ട് ഇവിടെ ഏതാണ്ട് നമുക്ക് ഏതാണ്ട് നേട്ടം ഉണ്ടല്ലോ. എന്തിനാടാ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മറ്റ് പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണം തോന്നിയത്. ഇക്കാര്യത്തിലും വിശാല മനസ്കയാണ് കേട്ടോ. മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അല്ലാതെ ചേച്ചിക്ക് ഇതിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന്. മറ്റേ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതല്ല ഉദ്ദേശം. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ.